ഹായ് ഹലോ എവരിവൺ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബേസിക് സയൻസിലെ 7th ബേസിക് സയൻസിലെ 10th ചാപ്റ്റർ ആയിട്ടുള്ള സേഫ് ഫുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് കടക്കാൻ പോകുന്നത്. സേഫ് ഫുഡ് അല്ലെങ്കിൽ സുരക്ഷിത ഭക്ഷണം എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫുഡിനെ പറ്റിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ്. കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ആദ്യം എന്താണ് നമ്മൾ നോക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഫുഡിന്റെ കാര്യങ്ങളെ പറ്റി ഫുൾ കംപ്ലീറ്റ് ഫുഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദി റീസൺ ഫോർ മെനി ഓഫ് our health problems are lack of balanced diet and improper food habits. അതായത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളിൽ പലതരത്തിലുള്ള രോഗങ്ങൾ, ഡിസീസുകളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഇല്ല, ഒരു സമീകൃത ആഹാരത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണശീലവുമാണ് നമ്മളിലേക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ടുവരാനായിട്ട് ഇടയാക്കുന്നത്, അല്ലേ? ഇൻ ഓർഡർ ടു മേക്ക് ദ ഫുഡ് ഹെൽത്തിയർ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മെനി ഫാക്ടേഴ്സ്, റൈറ്റ്, ഫ്രം ദി സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് ടു ഇറ്റ്സ് കൺസംഷൻ. നമ്മൾ കഴിക്കാനായിട്ട് ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ കഴിക്കാൻ ഇപ്പോൾ പറയുവാണ് നമുക്ക് ഇന്ന സാധനം മതി കഴിക്കാനെന്ന് പറയുമ്പോൾ, നമ്മൾ ചൂസ് ചെയ്യുന്ന സാധനം ഹെൽത്തി ആയിരിക്കും, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വാങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്നത്, കഴിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ആൻഡ് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, രോഗങ്ങളൊക്കെ. അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ളതിനെ ചൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലുള്ളതിനെ ചൂസ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്ത് കളയണം എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത്. ടു ചൂസ്, സെലക്ട് ചെയ്യേണ്ടത് പറയുന്നുണ്ട്. വെൻ ദ ഫിംഗർ പ്രസ്ഡ് ഓവർ ദ ഫിഷ് ഇസ് റിലീസ്ഡ് ദ ഡിപ്രസ്ഡ് പാർട്ട് ഓൺ ദി ഫ്ലഷ് റിസ്റ്റോർസ് ഇറ്റ്സ് ഷേപ്പ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ വീട്ടിലേക്ക് മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മീൻ വാങ്ങിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കി നോക്കും, ഫ്രഷ് മീനാണോ നോക്കാൻ വേണ്ടി, അല്ലേ? ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞിട്ട് കൈ എടുക്കുമ്പോൾ ആ ഞെങ്ങിയ പോർഷൻ തിരിച്ച് പഴയതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ചൂസ് ചെയ്യാം. പക്ഷേ നേരെയോ ടു ഡിപ്രഷൻ ഓൺ ദി ഫിഷ് കോസ്ഡ് ബൈ പ്രസ്സിങ് ഇറ്റ് വിത്ത് എ ഫിംഗർ റിമെയിൻസ്. അതായത് കൈ കൊണ്ട് ഞെക്കി കഴിയുമ്പോൾ ഞെങ്ങി അങ്ങ് പോയിട്ട് തിരിച്ച് വരാതെ അവിടെ ചതഞ്ഞിരിക്കുന്ന മീൻ എന്തായിരിക്കും, ചീഞ്ഞ മീനായിരിക്കും, നമുക്കറിയാം, അല്ലേ? അത്തരത്തിലുള്ളത് ഒഴിവാക്കി കളയാം. അത് ഫ്ലഷ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളതിനെ ചൂസ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ എടുക്കുമ്പോൾ പഴയ കണ്ടീഷനിലേക്ക് വരുന്നത് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രസ്സായി പോകുന്നതിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ഇവിടെ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, സ്ലൈറ്റ്ലി വെറ്റ് ആൻഡ് ഷൈനി ഔട്ടർ സ്കിൻ. പുറത്ത് സ്കിന്നിൻ്റെ പുറമേ നോക്കുമ്പോൾ കുറച്ച് തിളക്കമുള്ള നല്ല ഭംഗിയുള്ള രീതിയിൽ ഇരിക്കുന്നതിനെ ചൂസ് ചെയ്യാൻ പറ്റും. To avoid flesh gets detached from the bone, എല്ലിൽ നിന്ന് വിട്ടുപോകുന്ന ചിക്കൻ, അതുപോലെ ബീഫ്, എന്ത് മീൻസ് നമ്മൾ ഈ പറയുന്ന നോൺ വെജ് ഐറ്റംസ് എല്ലാം മുള്ളിലോ എല്ലിലോ ഒക്കെ പറ്റി പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അതിൽ നിന്ന് പോകുന്ന രീതിയിൽ ഇരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കാം. ആൻഡ് ഷൈനി ആൻഡ് പിങ്കിഷ് ഗിൽസ്, നമ്മൾ അതിൻ്റെ മീനിൻ്റെയൊക്കെ ചെകിള ഇങ്ങനെ തുറന്നു നോക്കത്തില്ലേ, അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു റെഡിഷ് ചുമന്ന അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അത് ഫ്രഷ് ആണ്. പക്ഷേ സ്ലൈറ്റ്ലി ഗ്രീനിഷ് അല്ലെങ്കിൽ ആഷ് കളേർഡ് ചീത്തയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പച്ചയും ചാര കളറൊക്കെ കൂടി ഷെയ്ഡായിട്ടുള്ളൊരു കളറായിരിക്കും വരിക. അങ്ങനെയുള്ളത് ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. ഇൻടാക്ട് ഐസ് വിത്ത് നോർമൽ കളർ, സാധാരണ എന്താ പറയുക, നോർമൽ ആയിട്ടിരിക്കുന്ന കണ്ണോട് കൂടിയ മീനുകളെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഫിഷ് വാങ്ങാനായിട്ട് പോകുമ്പോൾ. പക്ഷേ സങ്കൻ ഐസ്, കുഴിഞ്ഞു പോയ ചീഞ്ഞു പോയ കണ്ണുള്ള ഫിഷസ് ഒന്നും ഒരിക്കലും ഫുഡായിട്ട് ചൂസ് ചെയ്യാൻ പാടില്ല നമ്മളിതിൻ്റെ സെലക്ഷന് പോകുമ്പോൾ. അതുപോലെ നോ ഫൗൾ സ്മെൽ, ചീത്ത സ്മെല്ലൊന്നും ഇല്ലാത്ത ഫുഡ് ഡയറക്റ്റ് നേരെ എടുക്കാൻ പറ്റും. ഇനി ഫൗൾ സ്മെല്ല്, ചീത്ത സ്മെല്ല് ഉള്ളതിനെ ഒരിക്കലും ചൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങളെ ഒഴിവാക്കി കളയേണ്ടതെന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ആൻഡ് ഈ ബേസിക് ഐഡിയ കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, വാട്ട് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഫ്രം ഷോപ്പ്. അതായത് കടയിൽ പോയിട്ട് പാല് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പാല് കൊണ്ടുണ്ടാക്കിയ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മിൽക്ക് പാക്കറ്റ്സ് വിത്ത് എ ലോഗോ, വാങ്ങിക്കുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ലോഗോ ഉള്ള ആ കമ്പനി, ഇപ്പോൾ മിൽമയുണ്ട്, PDDP എന്നൊക്കെ പറഞ്ഞ് കുറേ പാലിൻ്റെ ബ്രാൻഡുകളുണ്ട്, അവരുടെ ലോഗോ കൃത്യമായിട്ടുള്ള കവറാണോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ കവറിൽ ലോഗോ ഇല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാതിരിക്കലാണ് ബെറ്റർ മാക്സിമം. ആൻഡ് ഡേറ്റ് ഓഫ് പാക്കിംഗ് ആൻഡ് എക്സ്പയറി പ്രിന്റഡ് ഓൺ ദ പാക്കറ്റ്, പാക്കറ്റിൽ പാക്ക് ചെയ്ത പാക്കറ്റിൽ തീയതിയും അതുപോലെ കാലാവധി എത്രത്തോളം ഉണ്ടെന്നുള്ളതും അടയാളം
അടയാളപ്പെടുത്തിയിട്ടുണ്ടോ, കവറിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് ക്വാളിറ്റി ഓഫ് ദി സോഴ്സ്, അതായത് ലഭ്യമാകുന്ന സ്രോതസ്സിന്റെ ഗുണനിലവാരം, നമുക്ക് വേണ്ടി എത്തിച്ചു തരുന്ന ആളുകളെ എത്രത്തോളം ഗുണനിലവാരത്തോട് കൂടിയാണ്, എത്രത്തോളം ക്വാളിറ്റിയിലാണ് ഈ സാധനം നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് പാക്ഡ് ആൻഡ് സീൽഡ് ചീസ് ആൻഡ് പനീർ, നമ്മളിപ്പോൾ പനീറും ചീസും ഒക്കെ പാക്കറ്റുകളിലാക്കിയിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. സൂപ്പർ മാർക്കറ്റുകളിൽ പോയാൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയാൽ ഇത് പാക്ക് ചെയ്ത് പാക്കറ്റ്സുകളിലാക്കി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചീസ്, പനീർ എന്നിവ പാക്ക് ചെയ്യുന്നതും അത് സീൽ ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടാണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൈൽ ചൂസിങ് പാക്ഡ് ഫുഡ് ഐറ്റംസ്, നമ്മൾ പാക്കറ്റുകൾക്കകത്ത് പ്ലാസ്റ്റിക് കവറുകളിൽ വരുന്ന പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദ ഫുഡ് ഐറ്റം, ആ ഫുഡ് ഐറ്റത്തിന്റെ പേര്, ഭക്ഷ്യവസ്തുവിന്റെ പേര് അവിടെ ഉണ്ടോ എന്നുള്ളത്. ലിസ്റ്റ് ഓഫ് ദി ഇൻഗ്രീഡിയൻസ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകളുടെ പട്ടിക, എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര അളവിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കവറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ന്യൂട്രിയൻസ്, അതിനകത്തെ പോഷക ഘടകങ്ങൾ സംബന്ധിച്ച വിവരം കൃത്യമായിട്ട് ഇത്ര പോഷകങ്ങൾ ഇത്ര അളവിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിലിംഗ് കൃത്യമായിട്ട് ആ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതിനകത്തെ കലോറിഫിക് വാല്യൂ, കലോറിക മൂല്യം എത്രത്തോളം ഉണ്ട് അതിനകത്ത്, അതും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ള സിംബലുകൾ കൃത്യമായ ആ കവറിനകത്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടയാളങ്ങൾ കൃത്യമായി കവറിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ക്വാണ്ടിറ്റി ആൻഡ് വെയിറ്റ്, എത്രത്തോളം അളവ് അതിലുണ്ട്, അതിന് എത്ര തൂക്കം വരുന്നുണ്ട്, വെയിറ്റ് കാര്യങ്ങൾ, ക്വാണ്ടിറ്റി എത്രത്തോളം ആണെന്നുള്ളത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കവറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാക്കറ്റ് ഫുഡുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് നോക്കുക, അതായത് നമ്മൾ ഉണ്ടാക്കിയ ഡേറ്റ്, അതിന്റെ എക്സ്പയറി ഡേറ്റ് എത്രയാണ്, നിർമ്മിച്ച തീയതിയും കാലാവധി കഴിയുന്ന തീയതിയും കവറിൽ ഉണ്ടോ എന്നുള്ളത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ, ഉണ്ടാക്കിയ സ്ഥലം, അഡ്രസ് ഓഫ് പ്രൊഡ്യൂസർ, ഉണ്ടാക്കിയ ആളുടെ അഡ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ കമ്പനിയുടെ അഡ്രസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഉൽപ്പാദിപ്പിച്ച സ്ഥലം, നിർമ്മാതാവിന്റെ വിലാസം. ആഡഡ് പ്രിസർവേറ്റീവ്സ്, എന്തെങ്കിലും അതിനകത്ത് പ്രിസർവേറ്റീവുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്. കളറിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്, അതിൽ നിറം കൊടുക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഉപയോഗിച്ചത്. ദെൻ ലൈസൻസ് നമ്പർ വേണം. അതുപോലെ തന്നെ FSSAI ലോഗോ, ലൈസൻസും FSSAI ലോഗോയും വേണം. നമ്മുടെ ക്വാളിറ്റി ചെക്കിന്റെ ലോഗോ ആണ് FSSAI ലോഗോ, അതും കൃത്യമായിട്ടുണ്ടായിരിക്കണം. മെത്തേഡ് ഓഫ് യൂസ്, അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതും കവറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്കിത് വാങ്ങാൻ പറ്റുന്നുള്ളത് പോസിബിൾ ഒന്നും അല്ല. ഒരു ചെറിയ പാക്കറ്റ് ലേസ് വാങ്ങി കഴിക്കണമെങ്കിൽ ഇത് മൊത്തം നോക്കിയിട്ട് വാങ്ങിക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ റെഗുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പല പ്രൊഡക്റ്റുകളും അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റും. കാരണം നമ്മൾ കഴിക്കുന്ന പലതിലും ഇതൊന്നും ഇല്ലാതിരിക്കാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റ് ആയിട്ടിരിക്കില്ല, ഫേക്ക് ആയിരിക്കാം. അപ്പോൾ പലതും നമ്മൾ ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കും ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും കേട്ട് വളരെ പരിചയമുള്ളതാണ് മക്കളെ, അഡൾട്രേഷൻ അല്ലെങ്കിൽ മായം ചേർക്കൽ. ഇന്ന് നമുക്ക് കിട്ടുന്ന എന്തിലാണ് മായം ഇല്ലാത്തത് അല്ലേ? എല്ലാ സാധനത്തിലും മായം ചേർക്കലുണ്ട്. അപ്പോൾ ഈ മായം ചേർക്കലിനെ നമ്മൾ വിളിക്കുന്നതാണ് അഡൾട്രേഷൻ എന്നുള്ളത്. ഇവിടെ എക്സസീവ് അഡൾട്രേഷൻ ഇൻ ജാഗറി, ശർക്കരയിൽ വൻതോതിൽ മായം ചേർത്തു എന്ന് പറഞ്ഞിട്ട്, അതായത് 3500 കിലോയോളം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് 3500 കിലോഗ്രാമോളം മായം കലർന്ന ശർക്കര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ത് ചെയ്യാണ്, പിടികൂടി പല ആളുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റൊഡോമിൻ, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളൂ. റൊഡോമിൻ ബി കലർത്തിയ ശർക്കരയിൽ റൊഡോമിൻ ബി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് കെമിക്കലാണ്. തുണികൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന റൊഡോമിൻ ബി എന്ന് പറയുന്ന കെമിക്കലാണ് ശർക്കരയിൽ മായമായിട്ട് ചേർക്കുന്നത്. ഓക്കെ, അൾട്രേഷൻ ടൈമിൽ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ പിടിച്ചെടുത്തത് ഇങ്ങനെയുള്ള റൊഡോമിൻ കലർത്തിയ ശർക്കരയായിരുന്നു. റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിൽ എത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാവാൻ സാധ്യതയുള്ള ഒരു കളറിംഗ് ഡൈ ആണ്. അത് ഇത്രയും ഒരുപാട് അളവിൽ 3500 കിലോയോളം ശർക്കരയിൽ അത് മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചു, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്യാൻസർ കോസിങ് ഏജന്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക്, പല ആളുകളുടെ ശരീരത്തിലേക്കായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടാവും നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശർക്കര പോലെ തന്നെയാണ് ഒരുപാട് മറ്റു സാധനങ്ങളിലും മായം നിറയെ ചേർത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മായം ചേർക്കൽ എന്താണ് അഡൾട്രേഷൻ എന്ന് നോക്കാം. Addition of similar cheap and poor quality substances to food items is called adulteration. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതിനെയാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ ഗുണനിലവാരം ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല, ചീപ്പായിരിക്കും, വില കുറവായിരിക്കും. പിന്നെ എന്താണ്, അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കലക്കാൻ പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. സെല്ലിംഗ് ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി,
component and unauthorized addition of colored food item to give the appearance of a quality can also be branched as adulteration. അതായത് വേറൊന്നുമില്ലടാ, ഒരു പദാർത്ഥത്തിന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കാൻ വേണ്ടിയിട്ട്, വിൽക്കുന്നതിനും അതുപോലെ തന്നെ ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും അനധികൃതമായിട്ട് നമ്മൾ നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കുന്നതും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ പറഞ്ഞ അഡൾട്രേഷന്, മായം ചേർക്കലിന് ഉദാഹരണമാണ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം ഇപ്പോൾ പലതും അതിൽ നിന്ന് അവർ എടുത്തു മാറ്റിയിട്ട് ആ ബാക്കി വരുന്ന വേസ്റ്റിനകത്ത് അതുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ പല മായം ചേർക്കും, അത് അഡൾട്രേഷൻ നടത്തും, എന്നിട്ട് ആളുകളിലേക്ക് അത് വിൽക്കും, എന്നിട്ട് ആളുകൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കും. മനസ്സിലായോ? ആ ഒരു രീതി മായം ചേർക്കൽ, അതിനെയാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അഡൾട്രേഷൻ ഇൻ ഹണി, തേനിലെ മായം, അതായത് വെള്ളം ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞേക്കുവാണ്, ശർക്കര ലായനി കലക്കി വെച്ചിട്ടുണ്ട്, പഞ്ചസാര ലായനി കലക്കി വെച്ചിട്ടുണ്ട്, കഞ്ഞിവെള്ളം കലക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന തേനിലെ അഡൾട്രേഷൻ, തേനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കുക എന്നുള്ളത്, ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കണ്ടറിയാം. തേനിൻ്റെ അകത്ത് ഇതിനകത്ത് ശർക്കര ലായനി കലക്കി വെക്കും, പഞ്ചസാര ലായനി കലക്കി ഒഴിക്കും, കഞ്ഞിവെള്ളത്തിൻ്റെ കണ്ടന്റ് കലക്കി ചേർക്കും. ഓക്കെ, അപ്പോൾ തേനെന്ന് പറയുന്നത് നോക്കാം നമുക്ക്, പ്യുവർ ഹണി, തേനിൻ്റെ കാര്യം തന്നെ പറയുന്നത്. ഏറ്റവും കൂടുതൽ മായം ചേർത്ത് നമുക്ക് കാട്ടിലെ തേൻ, ചെറുതേൻ, മലന്തേൻ എന്നൊക്കെ പറഞ്ഞ് തരുന്ന സാധനമൊക്കെ എന്താണ്, ഫുള്ളി മായം ചേർത്ത സാധനങ്ങളാണ്. പ്യുവർ ഹണി ഈസ് വെരി എക്സ്പെൻസീവ്, അതായത് ശുദ്ധമായ തേൻ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്, ഹൈലി എക്സ്പെൻസീവ് ആണ് ഈ സാധനം. sugar solution or jaggery solution is mixed with honey. തേനിന്റെ കൂടെ പഞ്ചസാര ലായനിയോ അല്ലെങ്കിൽ ശർക്കരയോ കലക്കി അരച്ച് ചേർക്കാറുണ്ട് മായമായിട്ട്. പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി തേനിൽ മായമായി കലർത്താറുണ്ട്. ഡിപ്പ് എ കോട്ടൺ, ഇത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് അവർ. ഡിപ്പ് എ കോട്ടൺ വിക്ക് ഇൻ ഹണി ആൻഡ് ലൈറ്റ് ഇറ്റ് ഇഫ് ദ ബേൺ വെൽ ഹണി ഈസ് നോട്ട് അഡൾട്രേറ്റഡ്. അതായത് ഒരു കോട്ടൺ തുണി നമ്മൾ എന്ത് ചെയ്യാം, ഒരു തിരി പോലെ ഇതിനെ ചുരുട്ടി എടുത്തിട്ട് തേനിൽ മുക്കുക, എന്നിട്ട് കത്തിക്കുക. കത്തിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത ശുദ്ധമായ തേനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആൻഡ് ഇഫ് ദി ലൈറ്റഡ് വിക്ക്, അതായത് നമ്മൾ കത്തിച്ച സാധനം എന്താണ്, ബേൺസ് വിത്ത് എ ക്രാക്ലിംഗ് സൗണ്ട് ആൻഡ് ഹണി ഈസ് അഡൾട്രേറ്റഡ്. അതായത് ചെറിയൊരു പൊട്ടലും ചില പട്ടപ്പട്ടപ്പട എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടിയിട്ടാണ് ആ ഫ്ലെയിം കത്തുന്നതെന്നുണ്ടെങ്കിൽ, കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ തേൻ മായം ചേർത്തതാണെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. ബിക്കോസ് അതിനകത്ത് വെള്ളത്തിന്റെ കണ്ടന്റ്, സൗണ്ട് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് പഞ്ചസാര ലായനിയും അതുപോലെ ശർക്കര ലായനിയും ഒക്കെ സൊല്യൂഷൻ വെള്ളത്തിൻ്റെ അളവ് വരുമ്പോഴാണ് കേട്ടോ. തേനിൽ ചേർത്ത പഞ്ചസാര ശർക്കര ലായനിയിലെ ജലാംശം, വാട്ടർ കണ്ടന്റ് ആണ് ആ തിരി കത്തുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാവാനായിട്ടുള്ള കാരണമാവുന്നത്. കണ്ടോ, അത് ഇവിടെ ഇങ്ങനെ ഈ ഒരു പാരഗ്രാഫിനകത്ത് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെൻ പ്യുവർ ഹണി ഈസ് poured into water it settle down. നമ്മൾ ശുദ്ധമായ തേനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കലങ്ങത്തില്ല, അത് നേരെ കട്ടയായി തന്നെ അടിയിൽ പോയി വെള്ളത്തിൻ്റെ അടിയിൽ സെറ്റിലായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. ഓക്കെ, നോക്കുക, ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ താഴേക്ക് പോകും. ഇഫ് ദ ഹണി ഈസ് അഡൾട്രേറ്റഡ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ഡിസോൾവ്സ് ഇൻ വാട്ടർ. മായം ചേർത്ത തേനാണെങ്കിൽ മക്കളെ അത് നേരെ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ തന്നെ കലങ്ങി അങ്ങ് വെള്ളം ബ്രൗൺ കളറായിട്ട് മാറാനായിട്ട് തുടങ്ങും. വെള്ളത്തിൽ കലങ്ങിപ്പോയ ഉറപ്പാണത് മായം ചേർത്ത് അഡൾട്രേഷൻ നടത്തിയിട്ടുള്ള സാധനം. നമുക്ക് പരിചയമുള്ള മറ്റൊരു സാധനമാണ് ടർമറിക്, നമ്മുടെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്ന സാധനം. മഞ്ഞൾപ്പൊടി ശുദ്ധമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക. സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇൻ ടു ഇറ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി നുള്ളി അതിനകത്ത് ഇട്ട് നോക്കുക. കളർ വിൽ സ്പ്രെഡ് ടു ദ ബോട്ടം ഇഫ് ഇറ്റ് ഈസ് അഡൾട്രേറ്റഡ് വിത്ത് സിന്തറ്റിക് ഡൈ. ഇഫ് നോട്ട് അഡൾട്രേറ്റഡ് ടർമറിക് പൗഡർ വിൽ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം വിത്തൗട്ട് ദ കളർ സ്പ്രെഡിങ്. അതായത് മക്കളെ ഒരു ഗ്ലാസ് എടുക്കുക, മഞ്ഞൾപ്പൊടി എടുക്കുക, ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു നുള്ളെടുത്താൽ മതി, വാരിയൊന്നും ഇടരുത് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്ത് ഇട്ട് നോക്കുക. അതിനുശേഷം കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ നിറം മഞ്ഞൾപ്പൊടി താഴേക്ക് ഇങ്ങനെ പോകും തോറും കളർ ഇങ്ങനെ സൈഡിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇനി ശുദ്ധമായ അഡൾട്രേഷൻ നടത്താത്ത ഒരു മായവും ചേർക്കാത്ത മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കളർ കലങ്ങില്ല, നേരെ അത് താഴെ പോയിട്ട് അടിയിൽ സെറ്റിലായി കിടക്കും. പോകുന്ന വഴി മൊത്തം കളർ പരത്തിയാണ് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഡൈ കളർ ചേർത്തിട്ടുണ്ട്, മായം ചേർത്ത ടർമറിക് ആണ്, മഞ്ഞൾപ്പൊടിയാണ് ഉറപ്പ്. ഓക്കെ, ദെൻ നമുക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയിലും മായമോ അല്ലേ, വെളിച്ചെണ്ണയിൽ അടക്കം മായമുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ നമുക്ക് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് ടംബ്ലർ വിത്ത് കോക്കനട്ട് ഓയിൽ. അര ഗ്ലാസ് വെള്ളം 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം, അര ഗ്ലാസ് വെള്ളത്തിൽ അര ഗ്ലാസ് വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ. വാട്ടർ എടുക്കണം, വാട്ടറിൻ്റെ കാര്യം പറയും, വാട്ടർ ഉണ്ടെങ്കിൽ പ്രസൻസിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഈ പറയുന്ന ഗ്ലാസ് ടംബ്ലറിൽ എന്ത് ചെയ്യുക, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുക, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുക. കീപ്പ് ഇറ്റ് ഇൻ ദ ഫ്രീസർ ഫോർ 30 മിനിറ്റ്സ്. ഒരു 30 മിനിറ്റ് ആ വെളിച്ചെണ്ണ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഫ്രീസറിനകത്ത് കയറ്റി വയ്ക്കുക. അര ഗ്ലാസ്
വെളിച്ചെണ്ണ എടുത്ത് 30 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നോക്കാം, എടുത്ത് ഒബ്സർവ് ചെയ്യാം. നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മുഴുവനും കട്ടയായിട്ടുണ്ടാവും. അത് മുഴുവൻ ടെമ്പറേച്ചർ മാറിയപ്പോൾ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാകും. ആൻഡ് മറ്റേതെങ്കിലും എണ്ണകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്ത് പറ്റും? വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ അത് ദ്രാവക രൂപത്തിൽ പൊങ്ങിക്കിടക്കും. വെളിച്ചെണ്ണ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജിൽ വെച്ച ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം പോലെ ആവശ്യമില്ലാത്ത വെളിച്ചെണ്ണ അല്ലാത്ത കോക്കനട്ട് ഓയിൽ അല്ലാത്ത കണ്ടന്റ് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും മുകളിലായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന കോക്കനട്ട് ഓയിലൊക്കെ 100% ഉറപ്പാണ്. നമ്മൾ മില്ലിൽ നിന്ന് ആട്ടിച്ചെടുക്കുന്ന വെളിച്ചെണ്ണ അല്ലാതെ പാക്കറ്റിൽ വരുന്ന എല്ലാത്തിലും മായമുണ്ട്. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഈ പറയുന്ന അഡൾട്രേഷൻ നടത്തിയിട്ടാണ് കിട്ടുന്നത്. അടുത്തത് അസാഫീറ്റഡ. അസാഫീറ്റഡ എന്ന് പറഞ്ഞാൽ കായമില്ലേ, കറിയിലിടുന്ന സാമ്പാറിലൊക്കെ നമ്മൾ ഇടുന്ന കായത്തിനെയാണ് അസാഫീറ്റഡ എന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് ടേക്ക് എ പീസ് ഓഫ് അസാഫീറ്റഡ ഇൻ എ സ്പൂൺ ആൻഡ് ബേൺ ഇറ്റ്. ഒരു കായത്തിൻ്റെ കഷ്ണം എടുക്കുക, പൊടിയല്ല കഷ്ണമാണ്, അതാണ് പിന്നെ പൊടിയൊക്കെ ആയിട്ട് വരുന്നത്. ഒരു പീസ് എടുത്തിട്ട് നമ്മളത് സ്പൂണിൽ വെച്ചിട്ട് കത്തിക്കാൻ പറഞ്ഞേക്കുവാണ്. അതിനെ കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബേൺ ഇറ്റ്. കത്തിച്ച് നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബേൺ ലൈക്ക് എ ക്യാംഫർ, ഒരു കർപ്പൂരം കത്തുന്ന പോലെ അത് കത്തിയിട്ടില്ലെങ്കിൽ ഇറ്റ് മേ ബി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് അഡൾട്രേറ്റഡ്. കായം എടുത്ത് കത്തിച്ചാൽ തീർച്ചയായിട്ടും ആ കായം അവിടെ നിന്ന് കത്തും. ഓക്കെ, കർപ്പൂരം കത്തുന്ന പോലെ സാധനം നിന്ന് കത്തിക്കോളും. പക്ഷേ ഈ കായം കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് മായം ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് സേഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. നമുക്ക് എങ്ങനെ ഫുഡ് ഐറ്റംസ് നല്ല സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്ന് പറയാം. അതായത് സുരക്ഷിതമായിട്ട് ഭക്ഷണത്തെ എങ്ങനെ സൂക്ഷിക്കാം, ഭക്ഷ്യവിഭവങ്ങളെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം. സ്പോയിലേജ് ഓഫ് ഫുഡ്, അതായത് നമ്മൾ വെക്കുന്ന ഭക്ഷണങ്ങളിൽ പലതിലും ഈ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന ചില ഡിസോസിയേഷൻ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഡികമ്പോസിഷൻ വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും ഭക്ഷണം ചീത്തയായി പോകുന്നത്. മനസ്സിലായോ? അച്ചാറൊക്കെ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ആളുകളൊക്കെ വന്നിട്ടാണ് ഈ സാധനത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്നത്. സോ മൈക്രോ ഓർഗാനിസംസ് ബിക്കം ഇനാക്റ്റീവ് അറ്റ് വെരി ഹൈ ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ. നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് വരുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥം വെച്ചിരിക്കുന്ന നല്ല ചൂടിലാണെങ്കിലും നല്ല തണുപ്പിലാണെങ്കിലും എന്താണ്, ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കേടാവാതിരിക്കാൻ ഫ്രിഡ്ജിലേക്ക് തണുപ്പത്തേക്ക് കയറ്റി വെക്കുന്നത്. മനസ്സിലായോ? പെട്ടെന്ന് ചീത്തയായി പോവില്ല. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും, ചൂട് കൂടിയാലും ചൂട് ഭയങ്കര കുറഞ്ഞ നല്ല തണുപ്പാണെങ്കിൽ ഇതിനെ ഒരിക്കലും ഡാമേജ് ആക്കാനായിട്ട് മൈക്രോ ഓർഗാനിസംസിന് പറ്റത്തില്ല. മോറോവർ മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയിസ്ചർ. അതുപോലെ തന്നെയാണ് അച്ചാറൊക്കെ ഇടുമ്പോൾ കുപ്പി നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടല്ലേ നമ്മൾ ഇടുന്നത്. കാരണം എന്താണ്, ഈർപ്പം തീരെ ഇല്ലാത്ത സാഹചര്യങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഫംഗസും ബാക്ടീരിയ ഒക്കെ കയറി വരും. വെള്ളത്തിൻ്റെ കണ്ട് ഒട്ടും ഇല്ലെങ്കിൽ ഫംഗസും വരില്ല, ബാക്ടീരിയയും വരില്ല. മൈക്രോ ഓർഗാനിസംസിന് മോയിസ്ചർ ഇല്ലാതെ അല്ലെങ്കിൽ ഈർപ്പം ഇല്ലാതെ അവിടെ പറ്റില്ല. ഈർപ്പം ഉണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് നിൽക്കത്തുള്ളൂ. ദേ കനോട്ട് ആക്ട് ഓൺ ഫുഡ് ഐറ്റംസ് വിച്ച് ആർ പാക്ഡ് എയർ ടൈറ്റ്. വായു കടക്കാതെ കട്ടിയായിട്ട് പൊതിഞ്ഞ് നല്ല സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എയർ ടൈറ്റ് ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരിക്കലും മൈക്രോ ഓർഗാനിസംസിന് എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഒരു സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഷുഗർ സൊല്യൂഷൻ്റെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് മറ്റേ ചേമ്പിൻ്റെ ഇലയുടെ തണ്ട് ഇറക്കി വെച്ചിട്ട് എക്സ്പെരിമെന്റ് നമ്മുടെ ചാപ്റ്ററുകളിൽ എല്ലാത്തിലും ഉള്ളതല്ലേ. ഇതിലുള്ളത് നോക്കിക്കേ, മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? 2 ടാരോ ലീവ്ഡ് വിത്ത് പീറ്റിയോൾസ്, 2 ബീക്കർ വാട്ടർ സോൾട്ട്. ആവശ്യമായത് 2 തണ്ടോട് കൂടിയ ചേമ്പില് 2 എണ്ണം വേണം കേട്ടോ. ബീക്കർ 2 എണ്ണം, ജലം വേണം, ഉപ്പ് വേണം. ഇത്രയും കാര്യങ്ങൾ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 2 ബീക്കർ എടുക്കുക. 2 ബീക്കർ എടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് ഒരു ബീക്കറിൽ ശുദ്ധമായ നല്ല ഫ്രഷ് വാട്ടർ എടുക്കുക. അടുത്തതിൽ നല്ല ഗാഢ ഉപ്പ് ലായനി, വെള്ളത്തിൽ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് കലക്കി എടുക്കുക. 2ലും തണ്ടോട് കൂടിയ ചേമ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇറക്കി വെക്കുക. തണ്ട് നേരെ ഉപ്പ് വെള്ളത്തിൽ ഇറക്കി വെക്കുക, സാധാ വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഒരു ദിവസം കഴിഞ്ഞ് നിരീക്ഷിക്കുക. ഒരു ദിവസം കഴിഞ്ഞ് നോക്കി പോരെണ്ണം കരിഞ്ഞിരിക്കുന്ന കണ്ടോ മക്കളെ? അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നമ്മളോട് നോക്കാൻ പറഞ്ഞേക്കുവാണ്. അപ്പോൾ കൺക്ലൂഷൻ നമുക്ക് എന്ത് നിഗമനം അതിൽ നിന്ന് കിട്ടും? വാട്ടർ ഫ്രം ദ സെൽസ് ഓഫ് ദി ടാരോ ലീഫ് പ്ലേസ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ ഫ്ലോസ് ഇൻ ടു ദി സോൾട്ട് സൊല്യൂഷൻ. അതായത് ഉപ്പ് ലായനികളിൽ ഇറക്കി വെച്ച ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്നുള്ള ജലം, വെള്ളം മൊത്തം എങ്ങനെ ഇറങ്ങിപ്പോയി? ആ ഉപ്പ് വെള്ളത്തിനകത്തേക്ക് ഒഴുകി അങ്ങ് പോയി തീർന്നു. അതുകൊണ്ട് ചെടി വാടി വീണു. ആ ചെടിയുടെ അകത്തുള്ള വെള്ളം മൊത്തം ഒഴുകി അങ്ങോട്ട് പോയി, ഈ പറയുന്ന ഉപ്പ് വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിപ്പോയി. ഡ്യൂ ടു ദിസ്, ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് ദ സെൽസ് ഓഫ് ദി ടാരോ ലീഫ് ഷ്രിങ്ക് ആൻഡ് ദ ലീഫ് വിറ്റേഴ്സ്. അതുമൂലമാണ് ചേമ്പിന്റെ തണ്ടിലെ കോശങ്ങളൊക്കെ ചുരുങ്ങുകയും ചേമ്പിലെ വാടി ഒടിഞ്ഞ് അവിടെ വീണ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് മക്കളെ ഉപ്പിലിട്ട് വെക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ജലാംശം ഉപ്പ് ലായനിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. മാങ്ങ ഉപ്പിലിടുമ്പോൾ അതിന്റെ സൈസ് ഇതിനകത്ത് വെള്ളം മൊത്തം ഇറങ്ങിപ്പോയി പുറത്തേക്ക് എടുക്കുമ്പോൾ വേറെ സൈസ് അല്ലേ? അപ്പോൾ അതുപോലെയാണ് മാങ്ങ ഉപ്പിലിട്ട് വെക്കുമ്പോൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് ഉപ്പിലിട്ട് വെക്കുമ്പോൾ വലുതായിരിക്കും. കുറേ ഉപ്പിലിട്ട് വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതിന്റെ സൈസ് ഇങ്ങനെ ചുരുങ്ങി വരും. കാരണം അതിനകത്തുള്ള വാട്ടർ മൊത്തം ഈ ചുറ്റുമുള്ള ഉപ്പ് വെള്ളത്തിനകത്തേക്ക് തന്നെ ഇറങ്ങി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാത്രമല്ല,
അവയോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നും ജലാംശം ഉപ്പ് വലിച്ചെടുക്കുന്നു. ഉപ്പ് വെള്ളത്തിലാണെങ്കിൽ ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് വളരില്ല. ഇവരതിനകത്ത് കിടന്നാൽ ഈ ബാക്ടീരിയയുടെ ഒക്കെ ബോഡിയിലുള്ള മോയ്സ്ചർ കണ്ടന്റിനെ മൊത്തം ഈ ഉപ്പ് വെള്ളം വലിച്ചെടുക്കും. അങ്ങനെ ബാക്ടീരിയ ഡെഡായി പോകും. അതുകൊണ്ടാണ് ഈ ഉപ്പ് ഇട്ട് വെച്ച സാധനത്തിനകത്തൊക്കെ എന്ത് വരാത്തത്, പെട്ടെന്ന് ചീത്തയായി പോകാത്ത, അല്ലെങ്കിൽ എന്നേ ചീത്തയായി പോയാൽ അത് ഫംഗസ് ഒക്കെ കയറി വന്നിട്ട് അല്ലേ. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് വെൻ ദെയർ സെൽസ് ലൂസ് വാട്ടർ. സൂക്ഷ്മജീവികൾ ബാക്ടീരിയോ ഫംഗസോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കോശങ്ങളിൽ നിന്ന്, സെൽസിനകത്ത് നിന്ന് ജലം നഷ്ടപ്പെട്ടാൽ, വാട്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവ നശിച്ചു പോകും. ഉറപ്പാണ്, അവർ ഡെഡ് ആയി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദി സെയിം തിങ് ഹാപ്പൻസ് വെൻ ഫുഡ് ഐറ്റംസ് ആർ പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ. ഇതുപോലെ തന്നെയാണ് പഞ്ചസാര ലായനിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇതേ സെയിം സാധനം തന്നെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി ആയാലും ഉപ്പ് ലായനി ആയാലും സെയിം ആണ്. ഇനി നമ്മുടെ ബുക്കിൽ ഒരു സാധനം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വേറൊന്നുമല്ല. ലെറ്റ്സ് പ്രിപ്പയർ ജാക്ക് ഫ്രൂട്ട് ജാം. ചക്ക ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടൊന്ന് അറിഞ്ഞിരിക്കുക, വേറെ ഒന്നുമില്ല. ഗ്രൈൻഡ് 1 കിലോഗ്രാം ഓഫ് ഫുള്ളി റൈപ്പൻ ജാക്ക് ഫ്രൂട്ട്. പഴുത്ത് പാകമായ ചക്കയുടെ ചുള 1 കിലോ എടുത്തിട്ട് നന്നായിട്ട് അരച്ചങ്ങെടുക്കുക. കുക്ക് അൺടിൽ ഇറ്റ് തിക്കൻസ്. അത് വേവിച്ച് നല്ല കുറുകി വരുന്നത് വരെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇങ്ങനെ വേവിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനകത്തേക്ക് 500 ഗ്രാം ഓഫ് ഷുഗർ ടു ഇറ്റ് ആഡ് ചെയ്യുക. ഒരു 1/2 കിലോ പഞ്ചസാര ആഡ് ചെയ്യുക. സ്റ്റിർ ഇറ്റ് വെൽ ഫോർ 10 മിനിറ്റ്സ്. 10 മിനിറ്റോളം അതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അലൗ ടു കൂൾ ഫോർ സംടൈംസ് ആൻഡ് ആഡ് സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ്. അങ്ങനെ ആറിയതിന് ശേഷം, ചൂടൊക്കെ ആറിയതിന് ശേഷം എന്ത് ചെയ്യാം, അല്പം തണുത്തതിന് ശേഷം മാത്രം കേട്ടോ, ഒരു സ്പൂണിൽ കുറച്ച് നാരങ്ങാനീര് എടുത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആഫ്റ്റർ കൂൾ ഡൗൺ ട്രാൻസ്ഫർ ടു എ ക്ലീൻ ആൻഡ് ഡ്രൈ എയർ ടൈറ്റ് കണ്ടെയ്നർ. അങ്ങനെ ആ ചൂടൊക്കെ ആറി സെറ്റായി, നാരങ്ങാനീരൊക്കെ ഒഴിച്ചതിന് ശേഷം, മൊത്തം ചൂടും പോയതിനു ശേഷം, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള ഒരു പാത്രത്തിനകത്തേക്ക് വായു കടക്കാത്ത വിധത്തിൽ ഭദ്രമായി ഇതിനെ ഒഴിച്ച് വെച്ചിട്ട് അത് നേരെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, ആ ജാം അവിടെ ഇരുന്നോളൂ. എന്തിനാണ് നമുക്കത് പറഞ്ഞെന്തെങ്കിലും മനസ്സിലായല്ലോ, പക്ഷെ അറിഞ്ഞിരിക്കുക ഒന്ന് ചക്ക ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി പാസ്ചറൈസേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്ചറൈസേഷൻ ഇസ് എ മെത്തേഡ് ടു പ്രിവെന്റ് ദ സ്പോയിലേജ് ഓഫ് മിൽക്ക്. പാല് കേടുവരാതെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, അത് ലൂയിസ് പാസ്ചർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് പുള്ളിയുടെ പേര് വെച്ചിട്ട് അതിന് പാസ്ചറൈസേഷൻ എന്ന് പേര് കൊടുത്തത്. ആദ്യം നമ്മൾ പാലിനെ 7000 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 സെക്കൻഡ് ചൂടാക്കും. എത്രയാണ്? 7000 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് പാലിന് ചൂടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് 7000ൽ നിന്ന് ഒറ്റയടിക്ക് അത് 1000ലേക്ക് ഇടും. ടെമ്പറേച്ചർ അങ്ങ് കൂട്ടി വന്നിട്ട് ഒറ്റയടിക്ക് ടെമ്പറേച്ചർ 1000ലേക്ക് ആക്കി കളയും. പെട്ടെന്നുള്ള ഈ താപ വ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ടെമ്പറേച്ചർ അങ്ങ് കൂടി വരുന്ന സമയത്താണ് എന്താണ്, സഡൻ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു, അതിനകത്ത് ഈ മൈക്രോ ഓർഗാനിസംസിന്റെ സെല്ലൊക്കെ എന്ത് പറ്റി, വീർത്തിങ്ങനെ ഇരിക്കും. പെട്ടെന്ന് അതിങ്ങനെ തണുത്തു പോകുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും, ചൂടിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് വന്ന് പോയി അതിന്റെ ബോഡിയുടെ സെൽ മെമ്പറിനെ അങ്ങ് പൊട്ടി നശിപ്പിച്ച് ബാക്ടീരിയ ഒക്കെ കില്ലായി പോകുന്ന കണ്ടീഷനിലേക്ക് കേട്ടോ. പെട്ടെന്നുള്ള ഈ താപ വ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവർ നശിച്ചു പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. ആസ് എ റിസൾട്ട് ദേ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതിന്റെ ഭാഗമായിട്ട് അവർ മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ആയിട്ട് ഡിസ്ട്രോയ് ആയി പോകുന്നു. ആൻഡ് ദിസ് പ്രോസസ് വാസ് ഇൻവെന്റഡ് ബൈ ദ ഫ്രഞ്ച് സയന്റിസ്റ്റ് ലൂയിസ് പാസ്ചർ. നോട്ട് ചെയ്ത് വെച്ചോളൂ, നമ്മുടെ ലൂയിസ് പാസ്ചർ ആണ് കേട്ടോ, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയിസ് പാസ്ചർ ആണ് ഈ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പ്രോസസ്സിന് പാസ്ചറൈസേഷൻ എന്ന് പേര് കൊടുത്തത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ പ്രോസസ്സിന് പാസ്ചറൈസേഷൻ എന്നുള്ള പേര് കിട്ടിയത്. ഹെൻസ് ദിസ് പ്രോസസ് ഇസ് നെയിംഡ് ആസ് പാസ്ചറൈസേഷൻ. കണ്ടോ, അതുകൊണ്ട് പുള്ളിയുടെ പേര് വെച്ചിട്ട് പ്രോസസ്സിന് പാസ്ചറൈസേഷൻ എന്ന് പേര് കൊടുത്തു. വൈൻ ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ് ആർ ഓൾസോ പ്രിസർവ്ഡ് ബൈ പാസ്ചറൈസേഷൻ. ഈ വൈനും ഫ്രൂട്ട് ജ്യൂസുകളും ഒക്കെ നമുക്ക് പാസ്ചറൈസേഷൻ പ്രോസസ്സുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കുറേ നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട്, കേടാവാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഐസിൽ അഡൾട്രേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഐസിൽ മായം ചേർക്കുന്നതിനെ പറ്റിയിട്ട്. ഐസിലും മായമോ അല്ലേ? അതായത് വേറൊന്നും അല്ല, നമ്മൾ ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് വേഗത്തിൽ ഘനീഭവിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അതിനകത്ത് ഐസായി മാറാൻ വേണ്ടി ഒരു സാധനം ആഡ് ചെയ്യും, ഒരു കെമിക്കലാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അമോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കേട്ടോ. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് നമ്മൾ വെള്ളം പെട്ടെന്ന് കട്ട പിടിച്ച് ഐസ് ആവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അഡൾട്രേഷൻ സമയത്ത് ഐസിൽ ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഹാംഫുൾ ആണ്, നമ്മുടെ ബോഡിക്ക് വളരെയധികം ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരു സാധനമാണ് ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. Therefore the fish must be cleaned well using plenty of water before cooking. അതായത്
നമ്മൾ ഈ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഐസിലിട്ടല്ലേ മീൻ വരുന്നത്. അതാണ് ഈ പറയാറ്, നമ്മൾ പാചകം ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഫിഷ് മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ആ മീനൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരുപാട് വെള്ളത്തിലിട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഫിഷൊക്കെ എടുത്ത് കറി വെച്ചൊക്കെ കഴിക്കുക. ഇനി എന്താണ് നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ ഇൻ ഓൾ ദ കമ്പാർട്ട്മെന്റ്സ് ഇൻ ദ റെഫ്രിജറേറ്റർ ഇസ് നോട്ട് ദ സെയിം. നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ എല്ലാ കമ്പാർട്ട്മെന്റിലും ഒരേ ചൂടാണോ, ഒരേ ടെമ്പറേച്ചർ ആണോ, ഒരേ തണുപ്പാണോ? അല്ലല്ലോ. റെഫ്രിജറേറ്ററിലെ എല്ലാ അറകളിലും താപനില ഒരുപോലെയല്ല. ഫ്രീസറിലെ ചൂടല്ല ഫ്രിഡ്ജിന്റെ താഴെയുള്ള കമ്പാർട്ട്മെന്റിൽ വരുമ്പോൾ. വി സ്റ്റോർ ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ്. റെഫ്രിജറേറ്ററിൽ വിവിധ ആഹാരങ്ങൾ നമ്മൾ വിവിധ കമ്പാർട്ട്മെന്റുകളിൽ, വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളിലല്ലേ, അറകളിലായിട്ടല്ലേ സൂക്ഷിച്ച് വെക്കുന്നത്. അതായത് വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല. മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി ആക്റ്റീവ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഒരിക്കലും നമുക്ക് മൈക്രോ ഓർഗാനിസംസിന് അവരുടെ ഒരു ആക്ടിവിറ്റിയും കാണിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്നൊന്നും ചീത്തയായി പോകാത്തത്. ആൻഡ് ദ മൈക്രോ ഓർഗാനിസംസ് വിൽ സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ആൻഡ് ദ ഫുഡ് വിൽ ബി സ്പോയിൽഡ്. അതുകൊണ്ടാണ് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് എപ്പോഴും നമ്മുടെ ഫുഡ് ഐറ്റംസിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫുഡ് ഐറ്റംസ് സ്പോയിലായി പോകും. പക്ഷേ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ എക്സ്ട്രീം ടെമ്പറേച്ചർ ലോ ആണ്, ഭയങ്കര കുറവ് ടെമ്പറേച്ചറിലാണ് ഈ ഫുഡ് ഐറ്റംസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല, ഈ ഫുഡ് ഐറ്റംസിന് യാതൊരു ഡാമേജും സംഭവിക്കാൻ യാതൊരു പോസിബിലിറ്റി ഇല്ല. സെറ്റാണല്ലോ. ആൻഡ് ഹിയർ നമ്മുടെ ഹൈജീൻ ഫോർ സേഫ്റ്റി, അതായത് ശുചിത്വം സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സേഫ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം, നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുന്ന പ്ലേസ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ചുമ്മാ അവിടെ റോഡ് സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എവിടെ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല, ഹൈജീനിക് ആണോ എന്നുള്ള കാര്യം കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മൊത്തത്തിൽ നമുക്ക് നോക്കി നടക്കാൻ പറ്റത്തില്ല, എന്നാലും കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ആഫ്റ്റർ പർച്ചേസ്, അതായത് വാങ്ങിയ ശേഷം, വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിത് വീട്ടിൽ എവിടെ കൊണ്ട് വെക്കുന്നു, ചുമ്മാ വലിച്ചു വാരി ഇട്ടിട്ട് അതിനകത്ത് ഈ പ്രാണികളും എലിയും ആ ഈച്ചയൊക്കെ വന്നിരുന്ന് ഡാമേജ് ആക്കിയ പിന്നെയും പ്രശ്നമല്ല. സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലം കൂടെ നമ്മൾ ചെക്ക് ചെയ്യുക. പാകം ചെയ്യൽ, അത് കുക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഈറ്റിംഗ് നമ്മളത് കഴിക്കുന്നത് എങ്ങനെയാണ്, സ്റ്റോറേജ് ഓഫ് ദി ലെഫ്റ്റ് ഓവർ ബാക്കിയുള്ളവ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ എന്താണ് നമ്മൾ ഹൈജീനിക് ആയിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല കിടിലൻ കല്ലക്കൻ പണി കിട്ടും കേട്ടോ. അതായത് ക്ലീൻ ആയിട്ടുള്ള ഫുഡ് മാത്രം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. നല്ല വൃത്തിയുള്ളതും സുരക്ഷിതമായിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. അതുപോലെ ഗുണനിലവാരമുള്ള വസ്തുക്കൾ കൊണ്ട് പാചകം ചെയ്താൽ മാത്രം ഗുണമേന്മയുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ നല്ല ഐറ്റംസ് വെച്ച് തന്നെ എന്ത് ചെയ്യണം, കുക്ക് ചെയ്തിരിക്കണം. ഇനി ഭക്ഷ്യവസ്തുക്കൾ, ഫുഡ് ഐറ്റംസ് സൂക്ഷിക്കുന്ന പരിസരത്തെ ചൂട്, താപനില, ടെമ്പറേച്ചർ, പാചകം ചെയ്യുന്ന രീതി, ഇവയെല്ലാം തന്നെ കൃത്യമായി ഭക്ഷണം ആരോഗ്യമാക്കുന്നതിൽ ഒരു ഫാക്ടറാണ്. എങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ആരോഗ്യം നമുക്ക് നിലനിർത്താനാവൂ. തീർച്ചയായിട്ടും അല്ലേ. ഉറപ്പായിട്ടും നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അറേഞ്ച്മെന്റ് ഓഫ് ഫുഡ് ഫെസ്റ്റ്, അതായത് ഒരു ഭക്ഷ്യമേളയുടെ ഒരുക്കങ്ങൾ. അതായത് നിങ്ങളിപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടക്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഫുഡ് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഫുഡ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഇവിടെ അത് ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ബുക്കിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഡിസൈഡിങ് ദ പ്രപ്പോസ്ഡ് ഡിഷസ് ആൻഡ് ദെയർ ക്വാണ്ടിറ്റി, വിഭവങ്ങൾ ഏതൊക്കെയാണ്, അവ ഓരോന്നും ഉണ്ടാക്കേണ്ട അളവ് എത്രത്തോളം ഉണ്ടാക്കണം, അത് ആരുണ്ടാക്കണം എന്നുള്ള തീരുമാനം. ലിസ്റ്റിംഗ് ഓഫ് റിക്വയർഡ് ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ പ്രൊക്യൂർമെന്റ്സ്, അതായത് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ ലിസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാം കൂടെ വലിച്ചുവാരി കുറേ പേര് ഉണ്ടാക്കിക്കൊണ്ടിരേണ്ട കാര്യമില്ല. ഒരു ഫുഡ് ഐറ്റം ഒരാൾ ഉണ്ടാക്കിയാൽ മതി. ഇനി സേഫ് കുക്കിംഗ്, ഇനി ഉണ്ടാക്കുന്ന ആൾ ഫുഡ് ഫെസ്റ്റിവലിന് കൊണ്ടുവന്ന് മറ്റുള്ളവർ കഴിക്കുന്ന സാധനമാണ്, സേഫ് ആയിട്ട് നല്ല വൃത്തിയിലൊക്കെയാണ് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അറേഞ്ചിങ് ദ ഡിഷസ് ഇൻ ഹൈജീനിക് ആൻഡ് അട്രാക്റ്റീവ് വേ, നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് മറ്റുള്ളവർ എടുക്കണം, വാങ്ങി കഴിക്കണം എന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് നല്ല ഹൈജീനിക് ആയിട്ട് വൃത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അത് മാത്രമല്ല, അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കൃത്യമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, നല്ല മനോഹരമായിട്ട് മറ്റുള്ള എല്ലാവരും അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്ന് ഗാർണിഷ് ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒരുക്കി റെഡിയാക്കി വെക്കാം. ക്ലീനിങ് ആക്ടിവിറ്റീസ് ആഫ്റ്റർ ദ കണ്ടക്ട് ഓഫ് ഫുഡ് ഫെസ്റ്റിവൽ, അതായത് ഭക്ഷ്യമേള കഴിഞ്ഞു, എല്ലാം കഴിച്ചു, അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിട്ടിട്ട് പോകാമോ, ഒരിക്കലും പാടില്ല. ആ ഫുഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും അവിടെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം അവസാനിപ്പിച്ച് അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് പോവുക. സോ നമുക്കും പ്രോഗ്രാം അവസാനിപ്പിച്ച് ലെഫ്റ്റ് അടിച്ച് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു സേഫ് ഫുഡ് എന്ന് പറയുന്ന സുരക്ഷിത ഭക്ഷണം ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സർ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മക്കൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ച് നോക്കിയിട്ടൊക്കെ വേണം, വായിച്ച് നോക്കി റെഡി ആയിട്ട് വേണം എക്സാം ഒക്കെ എഴുതാനൊക്കെ ആയിട്ട് പോകാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഇതുപോലൊരു എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് വൺസ് അഗെയിൻ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.